ഇന്ത്യ 76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. അതേസമയം രാജ്യത്ത് മറ്റു രണ്ട് പ്രധാന സംഭവങ്ങൾ അരങ്ങേറുകയാണിന്ന്. പ്രയാഗ്രാജിലെ മഹാകുംഭമേള. 144 വർഷത്തിലൊരിക്കൽ ആണ് കുംഭമേള നടക്കുന്നത്. ഡൽഹിയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണവും നടക്കുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഈ സുപ്രധാന അവസരങ്ങളിൽ പങ്കെടുക്കുന്നതായും കാണാം. ഇതിനിടയിലാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഈ പരിപാടികളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നു എന്നത്. രാഹുൽ ഗാന്ധിക്ക് ഇതെന്തു പറ്റിയെന്ന് എല്ലാവരും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തെക്കുറിച്ചും രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളോടുമുള്ള പ്രതിബദ്ധതയെക്കുറിച്ചും ഗുരുതരമായ ചോദ്യം ഉയരുകയാണ്. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെയും ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളനത്തിന്റെയും പ്രതീകമായ മഹാകുംഭത്തിൽ BJP നേതാക്കളുടെ ഗണ്യമായ പങ്കാളിത്തം ചൂണ്ടിക്കാട്ടിയാണ് പലരും രാഹുലിനെ വിമർശിക്കുന്നത്. BJP പരിപാടിയെ ആദരിക്കുക മാത്രമല്ല, ആഗോളവേദിയിൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ സത്ത ആഘോഷിക്കുകയും ചെയ്തു. യോഗി മന്ത്രിസഭ മുഴുവനും പ്രയാഗ്രാജിലെ സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർട്ടിയുടെ മറ്റു ഭാരവാഹികളും ഒക്കെ എത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ എന്നിവരും വരും ദിവസങ്ങളിൽ മഹാകുംഭമേളയിലേക്ക് ഉടനെ എത്തും. എന്നിട്ടും രാഹുൽ എത്താത്തതിന്റെ കാര്യമെന്തെന്നാണ് പലർക്കും അറിയേണ്ടത്. ഇതിന്റെ പേരിലായിരിക്കും BJP ഇനി അടുത്ത പിടിവള്ളിയുമായി എത്തുക. രാഹുൽ വരാത്തതിന്റെ പരാതി തീർന്നിട്ടില്ല. ഇന്ത്യയുടെ സാംസ്കാരികവും ആത്മീയവുമായ പൈതൃകത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രകടമായ നിസ്സംഗത പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഈ അവസരത്തെ പൂർണ്ണമായി അവഗണിക്കാൻ രാഹുൽ തീരുമാനിച്ചു. ജനേ ഉദാരി ബ്രാഹ്മണൻ ആണെന്ന് അവകാശപ്പെട്ടിട്ടും ഗണേശ ചതുർത്ഥി, നവരാത്രി തുടങ്ങിയ സുപ്രധാന സാംസ്കാരിക പരിപാടികളിൽ നിന്ന് അദ്ദേഹം അകന്നു. ഇന്ത്യയുടെ ആത്മീയവും സാംസ്കാരികവുമായ പാരമ്പര്യങ്ങളുമായുള്ള ബന്ധമില്ലായ്മ കൂടുതൽ വെളിപ്പെടുത്തുന്നതാണിത്. അയോധ്യയിലെ രാമമന്ദിർ ഭൂമി പൂജയും പ്രതിഷ്ഠയും ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിലെ ഒരു ചരിത്ര നിമിഷമായി അടയാളപ്പെടുത്തി. എന്നിട്ടും ഈ സുപ്രധാന സംഭവത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യവും ക്ഷേത്രത്തിന്റെ കൂദാശിയിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വവും ബോധപൂർവം അകലം പാലിക്കുന്നതും രാജ്യത്താകെ ചോദ്യമുയർത്തി. റിപ്പബ്ലിക് ദിന പരേഡ് 2025 ദേശീയ അഭിമാനത്തെ ആദരിക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെയും സൈനിക വീര്യത്തിന്റെയും സൈനികരുടെ ത്യാഗത്തിന്റെയും ആഘോഷമാണ്. എന്നിട്ടും ഈ വർഷം രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു. ഇത് ജനാധിപത്യ മൂല്യങ്ങളോടുള്ള അവഗണനയും സൈന്യത്തോടുള്ള അനാദരവുമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ദേശീയ അഭിമാനത്തോടും മൂല്യങ്ങളോടുമുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രതിബദ്ധതയെ ചോദ്യം ചെയ്യാൻ ഇത് പലരെയും പ്രേരിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ഇരകളുമായും സൈനികരുമായും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി വിദേശത്ത് അവധിക്കാലം ആസ്വദിക്കുകയായിരുന്നു. ഇത്രയും നിർണായകമായ ദേശീയ പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അഭാവം അദ്ദേഹത്തിന്റെ നേതൃത്വ ഗുണങ്ങളെക്കുറിച്ചും ദേശീയ ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ചും ഗുരുതരമായ സംശയങ്ങൾ ഉയർത്തി. ഭരണഘടനാ ദിനത്തിലെ അസാന്നിധ്യം. 2022 ഭരണഘടനാ ദിനത്തിൽ രാഹുൽ ഗാന്ധി സ്വയം പ്രഖ്യാപിത ഭരണഘടനയുടെ സംരക്ഷകൻ ആയി സ്വയം അവതരിപ്പിക്കുന്ന തിരക്കിലായിരുന്നപ്പോൾ അദ്ദേഹം ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ അഭിവാദ്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതിനൊപ്പം അദ്ദേഹത്തിന്റെ അഭാവം ഭരണഘടനയോടും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നട്ടെല്ല് രൂപപ്പെടുത്തുന്ന ഭരണഘടനാ മൂല്യങ്ങളോടുമുള്ള അദ്ദേഹത്തിന്റെ നിസ്സംഗത മാത്രമാണ് എടുത്തു കാണിച്ചത്. കോൺഗ്രസിന്റെ സ്വന്തം ആഘോഷങ്ങൾ അവഗണിക്കുന്നു. ദേശീയ പരിപാടികളിൽ നിന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി അകന്നു നിൽക്കുന്നത്, കോൺഗ്രസിന്റെ ആഘോഷങ്ങളെയും അദ്ദേഹം അവഗണിക്കുകയാണ്. മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും പാർട്ടിയുടെ വിജയത്തിന് ശേഷം വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി വിസമ്മതിച്ചത് പാർട്ടി പ്രവർത്തകരെ നിരാശയിലാക്കി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്തു. നിർണായകമായ നിമിഷങ്ങളിൽ ഇത്തരം അഭാവം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലെ ഗൗരവമില്ലായ്മയും പാർട്ടിയുടെ അടിത്തട്ടിൽ ഇടപഴകുന്നതിലുള്ള പരാജയവുമാണ് സൂചിപ്പിക്കുന്നത്. പ്രധാന ദേശീയ സംഭവങ്ങളിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ ആവർത്തിച്ചുള്ള അസാന്നിധ്യം കേവലം യാദൃശ്ചികമല്ല. അവ രാഷ്ട്രത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെയും അതിന്റെ സംസ്കാരത്തെയും ജനാധിപത്യ മൂല്യങ്ങളെയും കുറിച്ച് ചോദ്യം ഉയർത്തുകയാണ്. ഡൽഹി തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ശക്തമായ മത്സരത്തിനാണ് കോൺഗ്രസ് തയ്യാറായത്. എന്നാൽ പ്രചരണം പുരോഗമിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളുടെ അഭാവം അവരുടെ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി എവിടെയാണ് എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. മഹാകുംഭമേളം, റിപ്പബ്ലിക് ദിനാഘോഷം, ഡൽഹി തിരഞ്ഞെടുപ്പ് എന്നിവയിൽ നിന്നൊക്കെ എന്തുകൊണ്ടാണ് അദ്ദേഹം അപ്രത്യക്ഷനാകുന്നത്?
കോൺഗ്രസിന്റെ പ്രചരണം ദുർബലമാവുകയും നേതൃത്വം തളരുകയും ചെയ്യുമ്പോൾ ഒരു നിർണായക ചോദ്യം ഉയർന്നു വരികയാണ്. ഇന്ത്യയുടെ ആത്മാവിൽ നിന്നും അതിന്റെ മൂല്യങ്ങളിൽ നിന്നും അതിന്റെ ഏറ്റവും പവിത്രമായ പാരമ്പര്യങ്ങളിൽ നിന്നും സ്ഥിരമായി അകന്നു നിൽക്കുന്ന ഒരു നേതാവിന് ഈ രാജ്യത്തെ നയിക്കാൻ കഴിയുമോ? എന്നാൽ രാജ്യത്ത് അധികാരത്തിലെത്താൻ കോൺഗ്രസ് കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പല നെറികേടുകളും കാണിച്ച് BJP ആ വഴിയടച്ചത് ഈ അവസരത്തിൽ ഓർത്തുപോവുകയാണ്.